ബിഹൈൻഡ് ദ സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാർട്ട് ചെയ്യാം. ഇത് കുറച്ച് കോൺട്രവേഴ്സ്യൽ ആവാവുന്ന തരത്തിലുള്ള ഒരു എപ്പിസോഡായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നു. പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യാത്തത് കാരണം കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഇപ്പോൾ ഇതൊരു DSC സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ആദ്യം പറയാനുള്ളത്, ഒരു ഹൊറർ സിനിമ കാണാൻ പോകുമ്പോൾ ജനറലി ഹൊറർ സിനിമ പ്രേമികൾക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ആണ് ഞങ്ങളിതിൽ പറയുന്നത്. ഈ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ആൾക്കാരിൽ ഒരുവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ സിനിമ കാണാൻ വരരുത്. നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെയും കൂടി വ്യൂവിങ് എക്സ്പീരിയൻസ് നശിപ്പിക്കുകയാണ് ചെയ്യണത്. നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഓഡിയൻസിന്റെ കമന്റിനെ പറ്റിയിട്ടാണ്. കാരണം അത് ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പായിട്ടും വരുന്ന ആൾക്കാരുണ്ട്. ഗ്രൂപ്പായിട്ട് വരുന്ന ആൾക്കാർ അതെ, കാരണം അവര് ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണ്, എല്ലാരും അത് ഹാസ്യമായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ആ തമാശ പറയുന്ന ആൾ സ്വയം വിചാരിക്കുന്നു, അയ്യോ ഞാൻ ഭയങ്കര ഹാസ്യത്തിന്റെ ആളാണ് എന്നുള്ള തരത്തിൽ. അവനെ ആ തിയേറ്ററിലുള്ള മുഴുവൻ ആൾക്കാരും കാണുന്നത് ഒരു ശല്യമായിട്ടാണ്, പൊതു ശല്യമായിട്ട് കാണുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജംപ് സ്കെയർ സീനിന് വരുമ്പോ അതപ്പോ പ്രാതം വരും, ഇതപ്പോ പ്രാതം വരും, ഇതാ കാണിക്കും, അയ്യോ പിന്നെ പെണ്ണുങ്ങളെ സൗണ്ടിൽ ഉണ്ടാക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് വർത്താനം പറയുക, പിന്നെ കൂക്കുക, ആർക്കുക. അതായത് ഇമ്പോർട്ടന്റ് സീൻസ് വരുമ്പോ ഇവര് ബഹളം കാരണം നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് സിനിമയിൽ നോക്കുമ്പോൾ ജംപ് സ്കെയർ സീന് മുമ്പ് ഒരു സൈലൻസ്, കാരണം സൈലൻസ് അത്ര ഇമ്പോർട്ടന്റ് ഉള്ള സിനിമകളുണ്ട്. അപ്പൊ ആ സൈലൻസ് വരുന്ന സീൻസിൽ സത്യം പറഞ്ഞാല് നല്ല രോചകന്മാരെ കമന്റ് ചെയ്ത് സത്യം പറഞ്ഞു. നമ്മള് പബ്ലിക്കിൽ നിന്ന് ഒരു ഒപ്പീനിയൻ എടുത്ത് പറയണമെന്നല്ല, നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഇതിപ്പോ ലാസ്റ്റ് റൈറ്റ്സ് കാണാൻ പോയത് വരെയുള്ള കൺജറിങ് 3 ലാസ്റ്റ് റൈറ്റ്സ് കാണാൻ പോയപ്പോ വരെ അതായത് നമ്മൾ ചെന്നിട്ട് ഇന്റർവെല്ലിന് അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു, പേഴ്സണലായിട്ട് ഈ സൗണ്ട് ഉണ്ടാക്കുന്ന ഗ്യാങ്ങിനോടും ചെന്ന് പറഞ്ഞു, ദയവായിട്ട് മിണ്ടാണ്ടിരിക്കണം. നമ്മളൊരു സിനിമ കാണാൻ പോയിട്ട് ആ സിനിമ മര്യാദക്ക് കാണാൻ ആ സിനിമയുടെ മാനേജർ അടുത്ത് പോയിട്ട് പരാതി പറയണം എന്നൊരു ആലോചിച്ച് നോക്കാം. പക്ഷെ അവര് നമ്മൾക്ക് സഹകരിച്ചിട്ടോ. മാജിക് ഫ്രെയിംസിൽ സിനിമ ഉണ്ട്, സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു എന്നിട്ട് അവസാനം അല്ല. പിന്നെ ഒന്നാമത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഒരു പണിയില്ലാണ്ട് വരുന്ന ആൾക്കാരെ സൗകര്യത്തിന് നമുക്ക് ഈ സിനിമ കാണാൻ പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇതിന് ആരെങ്കിലും ശല്യക്കാർ വരുമോ എന്ന് ആലോചിച്ചിട്ട് നമുക്ക് ടിക്കറ്റ്. കാരണം നമ്മളന്ന് അവര് വരണ്ട എന്ന് കിട്ടിയിട്ട് നമ്മൾ വൈകുന്നേരം 4 മണിക്കാ പോയത്. അപ്പോഴും പ്രശ്നം ഉണ്ടായി. കാരണം സാധാരണ 9 മണിക്കുള്ള ഷോ, സെക്കൻഡ് ഷോക്കാണല്ലോ പ്രശ്നമുള്ള ആൾക്കാർ വരിക. അല്ല, ഇത് നമ്മൾ DSCയിലേക്ക് സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് ഉറപ്പിക്കാനുള്ള കാരണം തന്നെ ബ്രഹ്മയുഗത്തിൽ ഉണ്ടായ ഒരു മോശം എക്സ്പീരിയൻസ് ആണ്. 3 ആൾക്കാർ ഞങ്ങളുടെ ബാക്കിൽ ഇരുന്നിട്ട് പടം തുടങ്ങി ക്ലൈമാക്സ് വരെ വളരെ മോശമായിട്ട്, ഭയങ്കര ലൗഡായിട്ട് കമന്റോട് ഭയങ്കരമായിട്ട് കമന്റ് അടി. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അവരോട് പറയുകയും ചെയ്തു. എന്നിട്ട് ലാസ്റ്റാണ് പറഞ്ഞു, നമ്മള് ഭയങ്കര മോശമായി ഇവര് ശല്യം ചെയ്യണ കാരണം. അത് കേട്ടപ്പോഴേക്കും അവരൊക്കെ നീച്ച് ഓടും ചെയ്തു. ഇതേപോലെ ഇപ്പൊ ലാസ്റ്റ് വീരതിരസ്വരം കാണാൻ പോയ സമയത്തും ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പൊ ബാക്കിലുള്ളവരെയും പറഞ്ഞു പറ്റില്ലെങ്കിൽ നീച്ച് പോയിക്കൂടെ ചോദിച്ചു. അവര് നീച്ച് പോയി. അതുമാതിരി തന്നെ ഇപ്പൊ റീസെന്റ് സൂഫ്രംസോ കാണാൻ പോയേക്കുമ്പോ പടം ഇഷ്ടമാവാത്ത ആൾക്കാർ നീച്ച് പോയി തിയേറ്ററിൽ നിന്ന്. അത് നല്ല കാര്യം, അവര് ശല്യപ്പെടുത്താനൊന്നും ഇന്റർവ്യൂ. ഇതിപ്പോ നമ്മളൊരു കൊമേഴ്ഷ്യൽ ഫിലിംസ് കാണുന്ന മാതിരി കൊമേഴ്ഷ്യൽ ഫിലിമില് നമുക്ക് എന്താ പറയാ, ആർപ്പ് വിളി, കയ്യടി, ബഹളൊക്കെ വേണം. നമ്മൾ രാവണപ്രഭുവിന്റെ ചോട്ടമുമ്പിട്ട് ഇട്ടിട്ടുണ്ട്. ഭൂരിഭാഗം ഫാൻ ഷോ ഒക്കെ പോയി കാണാറുള്ള ആൾക്കാർ നമുക്ക് ഈ ബഹളം തിയേറ്റർ എക്സ്പീരിയൻസ് ഇഷ്ടമാണ്. പക്ഷെ ഹൊറർ സിനിമയ്ക്ക് നമ്മൾ ഇതല്ല പ്രതീക്ഷ. ഹൊറർ സിനിമ, ഓഫ് ബീറ്റ് പടങ്ങൾ, ഇപ്പൊ LJP ഒക്കെ എടുക്കുന്ന മാതിരി സിനിമകൾ. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ക്രീനിൽ ആ ഒരു ബഹളം ആവശ്യപ്പെടുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ ഓക്കെ. അതിനെ സംബന്ധിച്ചാൽ ഈ സൈലന്റ് വരുന്ന സീനിൽ ഒരാൾ ഉറക്കെ സംസാരിക്കുമ്പോ ആ ആളുടെ സൗണ്ട് കിടന്ന് മുഴങ്ങും. പിന്നെ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ട് ആൾക്കാരൊക്കെ സൗണ്ടിന് വേണ്ടി അത്ര കഷ്ടപ്പെട്ടുണ്ടാവും. സൗണ്ട് റെക്കോർഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അവരെന്നെ പറയും. കാരണം ഇത് പറയാൻ കാരണം നമ്മൾ ദി പ്രീസ്റ്റ് പറഞ്ഞ സിനിമ, ആ സിനിമയിൽ ഒരു സീക്വൻസ് 360 ഒരു സൗണ്ട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെൺകുട്ടി ഇങ്ങനെ പോകുന്ന സീൻ, ആ സീന് ഒരിക്കലും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. കാരണം അപ്പോഴേക്കും തുടങ്ങിയ ആൾക്കാർ കൂക്കി വിളി. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അടുത്തത് പറയുന്നത് ജോണർ. ഈ ജോണർ ഇതൊരു ഹൊറർ സിനിമയാണ് എന്നറിയാതെ വരുന്ന ആൾക്കാർ ചില സമയത്ത്, ചിലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ചിലപ്പോൾ പേഴ്സണലി ഹൊറർ സിനിമ കാണാൻ പേടിയുണ്ടാവും. അല്ലെങ്കിൽ ഹൊറർ സിനിമയിൽ ശുദ്ധഹാസ്യം പറയാൻ വരുന്ന ആൾക്കാരായിരിക്കും ഇവര്. അപ്പൊ ജോണർ അറിയില്ലെങ്കിൽ ആ സിനിമയുടെ എക്സ്പീരിയൻസ് നശിപ്പിക്കുന്ന തരത്തിൽ തിയേറ്ററിൽ ട്രെയിലർ പോലും കാണാൻ. അത് മെയിൻ ആയിട്ട് ഓഫ് ബീറ്റ് പടങ്ങൾക്കൊക്കെ കാണാറുള്ളത്. അത് നമുക്ക് പറയുന്നത് നമ്മുടെ മാർക്ക് ആന്റണി, മാവീരൻ, മാർക്ക് ആന്റണി ഒക്കെ ഇതുണ്ടായിരുന്നു. കാരണം പോസ്റ്റർ കണ്ടിട്ട് ഇത് എന്തോ വലിയ സിനിമ എന്ന് മനസ്സിലാക്കി കേട്ടിട്ട് അവര് വിചാരിച്ച സാധനം കിട്ടാണ്ടാവുമ്പോ ഫ്രസ്ട്രേറ്റഡ് ആവും. അല്ല, ഞാനിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സിനിമ കാണാൻ വരുന്ന ആൾക്കാരും ട്രെയിലർ കാണണം, ടീസർ കാണണം, പാട്ട് കേൾക്കണം, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിനെ കുറിച്ചാണെന്ന് പഠിക്കണം. ഇതൊന്നുമല്ല പറയാം. തിയേറ്ററിൽ വന്നിട്ട് മറ്റുള്ളവരെ ശല്യം ചെയ്യാൻ മതി, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. അത്രേ ഉള്ളൂ.
അടുത്ത് നമുക്ക് പറയാനുള്ളത് കുട്ടികളെ കൊണ്ടുവരുന്നത്. കുട്ടികളെ ഒരിക്കലും ഒരു ശല്യമല്ല, നമ്മൾ അങ്ങനെ പറയുന്നില്ല. കുട്ടികൾ നമുക്ക് ശല്യാന്ന് നമ്മൾ പറയില്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു A സർട്ടിഫിക്കറ്റ് പടമാണ്. A സർട്ടിഫിക്കറ്റ് പടമാകുമ്പോ കൈക്കുഞ്ഞുങ്ങളേറ്റ്, അതായത് ഒരു കുറെ നേരം അടച്ചിട്ടൊരു മുറിയിൽ ഇരിക്കുമ്പോ കരയണ ഒരു സിറ്റുവേഷൻ ഉള്ളത് വരുമ്പോ ആ കുട്ടികളേറ്റ് വരുമ്പോ അവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ്. തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർക്കും അത് നല്ല ബുദ്ധിമുട്ടാണ്. പടം മാത്രമല്ല, UA ആണെങ്കിൽ പോലും അത് 60+ ആണ്. പിന്നെ ക്ലീൻ യൂല് പോലും 37 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ തന്നെ കൈക്കുഞ്ഞിട്ട് വരെ പറഞ്ഞാൽ മോശമാണ്. അല്ല, സിനിമ കുട്ടികളായിട്ട് കാണാൻ വരുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫെസ്റ്റിവൽ സിനിമ വരുമ്പോ കുട്ടികളായിട്ട് വരിക എന്നുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, സൗകര്യം. അവർക്കും സിനിമ കാണണം എന്നുള്ളതിന്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ കാര്യം പ്രത്യേകിച്ച് പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുട്ടികൾക്ക് കാണാനുള്ള സിനിമ അല്ല, ഉറപ്പായിട്ടും അല്ല. ശബ്ദത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് അവർക്കും പ്രശ്നമാണ്, അവരും ഇത് പേടിക്കില്ല ചെയ്യുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് തിയേറ്ററുകാരും ഇതിനെ അത്ര ബോധേഡ് അല്ല ഇതിന്റെ കാര്യത്തിൽ. അതായത് മാർക്കോ പോലുള്ള ഒരു സിനിമ വന്ന സമയത്ത് ഇതേ സർട്ടിഫിക്കറ്റ് ആണ്, ഇത്ര പോകുന്ന വയസ്സുള്ള ആൾക്കാരെ കയറാൻ പാടുള്ളൂ എന്നുള്ള തരത്തിലൊക്കെ ഇത് കൊണ്ടുവന്നപ്പോഴും അങ്ങനെ പ്രശ്നമൊന്നും ഫാമിലിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറെ ആൾക്കാർ ഇത് എന്താന്ന് അറിയാണ്ട് വന്നിട്ട് അയ്യോ ഇത് എന്താണ് ഈ കാണിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുണ്ടായിരുന്നു. അത് ബുദ്ധിമുട്ടാണ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് സസ്പെൻസ് പൊട്ടിക്കുന്ന ആൾക്കാർ. ഒന്നാമത് ഈ പടത്തിന് പ്രീമിയർ ഉണ്ട്. ഒക്ടോബർ 30 തൃശ്ശൂർ, എറണാകുളം ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ പ്രീമിയർ ഉണ്ട്. ഈ സിനിമക്ക് കുറച്ചധികം ഷോസ് പ്രീമിയർ വരുന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കണ്ടിട്ട് അവരവരെ ചാനലിന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയാസ് ചെയ്യണ കാര്യങ്ങള്, അതായത് ഈ സീനിൽ നിങ്ങൾ ഞെട്ടും, അല്ലെങ്കിൽ ഈ പടത്തിലുള്ള ക്യാമിയോ ഏതാണെന്ന് അറിയാം, ഇത് അത് നമ്മളെ വ്യൂവിംഗ് എക്സ്പീരിയൻസ് നശിപ്പിക്കണ പരിപാടിയാണ്. പിന്നെ രാവിലെ സിനിമ കണ്ടിട്ട് അതേ സിനിമ കാണാൻ രാത്രി വരുന്ന ആൾക്കാർ, അവർക്ക് ഓരോ മൊമെന്റും എന്തുണ്ടാവണെന്ന് അറിയാം. അല്ല, ഇപ്പം പൊതുവെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഇതിപ്പോ നമ്മളൊരു സിനിമയുടെ റിലീസ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാത്രി സിനിമ കാണാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ കാണാൻ പോകുമ്പോ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഒക്കെ ഒഴിവാക്കിയിട്ട പോവുക. നമ്മള് നോവേ ഹോം ഒക്കെ തലേ ദിവസം മുതല് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ അടിക്കാൻ നമുക്ക് രാവിലെ. അപ്പൊ ഇതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഈ പറഞ്ഞ കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ സിനിമ കാണാൻ വരരുത്. ബാക്കിയുള്ളവർ വ്യൂവിംഗ് എക്സ്പീരിയൻസ് നശിപ്പിക്കരുത്.